ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഇപ്പോൾ സമയം വന്നിട്ട് 4:30 കഴിഞ്ഞ് കേട്ടോ. വെളുപ്പിന് 4:30. നമുക്ക് 6 മണിക്ക് ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കേട്ടോ. അപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടന്മാർ അവർ പുറത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇറങ്ങിയപ്പോഴേ വിളിച്ചാണ്ടാ നീച്ചേ. ഏയ് ചുക്ടി ഇங்கே பாருடா, இங்கே பாருக்கண்ணா. ഇത് ആരാ? ഹായ് സാർ, ഇത് ആരാ? ഫ്ലാഷ്. ഓ ഫ്ലാഷ് എത്തി മാറ്റാം. വിഷ്വൽ ബ്ലേഡ് ഒരു ലൈറ്റ് വേണം അവിടെ. അതാരടാ? ഉരുട്ടാണോ അവിടെ? ഉരുട്ട് ഇവിടെ. ആ അപ്പൂപ്പൻ. ആ ഒരപ്പൂപ്പൻ പട്ടി അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് യാത്രയാകും. വണ്ടി ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വണ്ടി വരും. ഓക്കെ, നമ്മൾ വരുന്നില്ല ഇന്ന് ആരും. ഓ ടാറ്റായിരുന്നൊരാ വാലുകൊണ്ട്. അപ്പോൾ നമ്മൾ കൂരിരുട്ടിലേക്ക് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. വണ്ടി വന്നാൽ അവിടെ പോയി ഇരിക്കണം. മഴ എങ്ങാനും പെയ്താലോ അവിടെ നിൽക്കപ്പം. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നല്ലതായിരിക്കും. നക്ഷത്രം കിട്ടുന്നത്. നക്ഷത്രം കിട്ടാനുള്ള സാധനം ഇതില്ല. അതൊക്കെ ചുള തന്നെ കൊടുക്കണം. ഈ ചുള പോരാ. ഒരു ലൈറ്റ്, നല്ലൊരു ലൈറ്റ് വാങ്ങണം. അബദ്ധമാണ് പറ്റിയത്. വാവ്. അങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ തെരുവീതികളിലൂടെ ഇങ്ങനെ നടന്ന് മെയിൻ റോഡിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. 2 ചുറ്റും കാടുകൾ. വീട്ടിലെ നായ്ക്കൾ നമ്മളെ കൂടെ കഴിഞ്ഞ് വന്നു കേട്ടോ. കുട്ടിക്കുട്ടന്മാർ പോകാൻ പറഞ്ഞിട്ട് തിരിച്ച് പോണില്ല. പോടാ. ഇപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ നടന്ന് വന്നു കേട്ടോ. ഇവരിങ്ങനെ വരെ വരുമെന്നൊന്നും നമുക്കറിയത്തില്ല, പക്ഷെ നമ്മളെ കൂടെ വരുന്നുണ്ട്. മെയിൻ റോഡ് തീർത്തിന് വഴി തെറ്റോ ഇനി അവിടേക്ക് ഇവർ പോകുന്നതാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. പോകാൻ പറഞ്ഞിട്ട് പോകണില്ല, കൂടെ വരെയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള വണ്ടി വന്നു കേട്ടോ. നമ്മളതിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. 6:30ക്കാണ് ട്രെയിൻ. നമുക്കിവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ട് തരുന്നത് ഇത് വലുതല്ലോ. ഓക്കെ, ഇറങ്ങിക്കോളെ. നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല വലിയ റെയിൽവേ സ്റ്റേഷൻ. ഒളിച്ചടുക്കുവോ? എൻ്റെ ബാഗ് എടുത്ത് कूड़ा कचरा फेंकते हुए पाया गया तो उसे रेल अधिनियम की धारा 145 के तहत 500 रुपए तक का जुर्माना और अधिकतम 6 महीनों की വീഡിയോ അയച്ചു തന്നില്ല മനുഷ്യ. ഈ റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോൾ ശല്യപ്പെടുത്താൻ വന്നിരിക്കുന്നു. മൂട്ടിപ്പട്ടി. പട്ടിയെ വളച്ച്
കഴിക്കൂ ഫുഡ് കിട്ടില്ല. ഓ ഇവിടെ കഴിച്ചാൽ വേണ്ടി വരും. ഇവിടെ ടോയ്ലറ്റ് പോകേണ്ടി വരും. എന്താ ഇപ്പൊ ട്രെയിൻ വരാറായില്ലേ? 5-നാണ് കഴിച്ചപ്പോ പോവും. 5-നാണ്. അതെന്ത് മറ്റേ കഴിച്ചാൽ യൂട്യൂബിലിട്ടിട്ട്. അല്ലല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടിയേ? ഇഡലി. ഇഡലി ഇല്ല. ഞാൻ മോനോട് പറഞ്ഞു എന്താ ഉള്ളേ? മോനോട് പറഞ്ഞു ഞാന് ഉപ്പുമ നിർദോശ നിർദോശ ഉപ്പുമ. അല്ലല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടിയേ? എന്താ വേണ്ടേ? പിന്നെന്താ വേണ്ടത്? അത് വേറെ കോമഡി ഒന്നുമില്ല. നമ്മള് ചോദിക്കും അളിയാ ഇഡ്ഡലി ഉണ്ട് ദോശയുണ്ട് നിനക്ക് അത് വേണോ ചോദിക്കും. ഇവരങ്ങനെയല്ല, നിനക്ക് എന്താ വേണ്ടേ ഇഡ്ഡലിയോ ദോശയോ അവിടെ ഉള്ള സാധനം അങ്ങനെ അത് എടുത്തു വെച്ചോ. സാധനം കൊടുത്തിട്ടുണ്ട്. എന്തിനു മേടിച്ച്? എന്തിനു മേടിച്ച്? ഇഡ്ഡലി ഉണ്ട്, സേമിയ ഉണ്ട്. എല്ലാം പോന്നോട്ടെ, എല്ലാം ഒരു ദിവസം ഉച്ചയാകുമ്പോൾ പോവാം. ഉച്ച വൈകുന്നേരം നിങ്ങളെ ഇഷ്ടം. അവിടെ നിൽക്കണമെങ്കിൽ അവിടെ നിന്ന് മീൻ പിടിക്കാൻ മീൻ പിടിച്ച് ഫുഡുണ്ടാക്കണം ഉണ്ടാക്കാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാം. അപ്പോൾ നിങ്ങളെ ഇഷ്ടം. അപ്പം 3-ാം തീയതി 4-ന് എപ്പോഴെങ്കിലും എത്തിയാൽ മതി. രാവിലെ 4-ാം തീയതി രാവിലെ എത്തിയാൽ എളുപ്പം. അപ്പൊ തലേന്ന് രാത്രി കയറാം. ഒരു 7 മണി മുതൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഞങ്ങൾ അവിടെ ക്ലാസ്സും പരിപാടി ഉണ്ട്. അപ്പോൾ ഒന്ന് റോപ്പിൻ്റെ പരിപാടി, റോപ്പ് കെട്ടി നിങ്ങൾ എങ്ങനെ വലിക്കണം, എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ റോപ്പ് കെട്ടണം, നോട്ട്സൊക്കെ പഠിപ്പിച്ചു തരാം. കുറേ നോട്ട്സ് ഉണ്ട്, നോട്ട്സ് കാര്യങ്ങളൊക്കെ ആപ്പ് പഠിച്ചു തരാം. നമ്മളെപ്പോലെ ഹലോ ഗൈസ്, ഒന്നുമില്ല ഗൈസ്, നമ്മൾ എയർപോർട്ടിനകത്താണ് ഇപ്പോൾ ഉള്ളത്. കുഴപ്പം തന്നെ. അയ്യോ ഫ്രണ്ടിൽ 16 11 ഇതല്ലേ നമ്മൾ ഏതാണ്? 11. 11 എത്രയില്ല നമ്മളെത്ര? അജയ് നമ്മളെത്രയില്ലടാ? 15 15 അല്ല എടുക്കണമെങ്കിൽ അറിയാം, നീ പോ. അവന്റെ തലയിലെ തുറന്നത്. അവൻ പയ്യ വരട്ടെ. ഇത് 15 എവിടെ കൊണ്ട് എല്ലാ
15 ഉറപ്പല്ലേ? എത്ര? സീറ്റ് നമ്പർ 10, ഞാൻ 12. 67, 65 എത്രയായി? 35. 10, 11. നീ 2 പിടിക്കണം. റെഡിയാണോ? അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുന്നതാണ്. ഏതാണ്? പോകുമ്പോ ഇറങ്ങാൻ പറയാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് പ്രോപ്പർ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സാഹചര്യം ബാക്കി ടീംസും ഇവിടെ ഇറങ്ങും. പിന്നെ നമ്മുടെ കുറച്ച് പേര് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ഇറങ്ങും. അവരെ യാത്രയാക്കണം. ഇനി ഞാൻ എങ്ങോട്ടാ തലയിട്ട് എന്റെ തല ഒരു മറ്റേ ഇതും പോകുന്നുണ്ടോ, ഒരു ബ്ലോഗ്, ഒരു ഗോപ്രോ, ഒരു ഗോപ്രോ ഞാൻ വളവല്ലേ? വളമല്ലത്, വളമൊരു നമുക്കിവിടെ നിന്ന് നല്ല ഒന്നാം തരം കോഴിക്കോടൻ ബിരിയാണിയായിട്ട് ഒരാൾ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ സാജൻ്റെ മാസ്റ്ററിൻ്റെ ഒക്കെ ആളാണ്. പുള്ളിയെ നോക്കിയാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. പാവന്റെ പോയെ ബിരിയാണി 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 നാട്ടിലെത്തി. ഇതാണ് ബാസി. ബിരിയാണി 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 ഫ്ലൈറ്റ് വാങ്ങണം. ഫ്ലൈറ്റ് വാങ്ങിക്കോളൂ സാധനങ്ങളോടെ. അപ്പൊ ഞാൻ പോയതാ ഞാൻ പറഞ്ഞ ക്യാമറ പിടിക്കാൻ വേണ്ടി അവിടെ ഊണി ബിരിയാണി, ചോറ് ബിരിയാണി, ചോറ് ബിരിയാണി ബിരിയാണി യൂണിയൻ ഉണ്ട് ഇവിടെ. എന്നാ പൊക്കോ. Haji.
നമ്മളെന്നാ പാറകണ്ട ബിരിയാണി കഴിക്കട്ടാ. ഓക്കെ അയ്യോ വേണ്ടി കോഴിക്കോട് അലുവ ഇങ്ങ പൊക്കാറ ചിന്ന കുട്ടി ഇങ്ങ പൊക്കാർ ആയിരിക്കും അല്ലെങ്കിൽ എത്ര ചമ്മന്തി ഒന്നും വരത്തില്ല. അതിന്റെ മണ്ട വെച്ചിട്ട് അത് പാസ് ചെയ്യാം. ചൂട് തുടങ്ങട്ടാ തുടങ്ങട്ടാ രണ്ടു പിടി പോയി. ഇവിടെ ഇപ്പൊ നമ്മുടെ മാസ്റ്ററിന്റെ സ്ഥലം എത്തിയിരിക്കുകയാണ് കേട്ടാ. നമ്മളോട് മാസ്റ്ററും രാജീവേട്ടനും ഇവിടെ ഇറങ്ങും. മാസ്റ്ററിന്റെ സാധന സംഭവം ജംഗമ വസ്തുക്കളൊക്കെ ഇരിക്കുന്നതിലാണ്. വീണ്ടും എടുത്ത് ചാടയാണ്. എത്ര മിനിറ്റ് ആണ് ഇവിടെ? ഇവിടെയാ കേരള ഫയർഫോഴ്സ് യൂണിയനും എന്റെയും നിങ്ങൾ ഒന്നും അയച്ചു തന്നിട്ടില്ല വീഡിയോ? എല്ലാം അയച്ചു. നീ അയച്ചത് വന്നില്ല. ഞാൻ അയച്ചപ്പോൾ വന്നില്ല. കേറിക്കോ. ആ സാറിനെ പൊക്കുന്ന സാധനം അയച്ചുതരാം. സാറിനെ മർദ്ദിക്കുന്ന സാധനം. സാറുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാൻ. സാറിന് ഇഷ്ടപ്പെട്ടു. സാറ് പൊക്കം രാത്രിയോ? രാത്രി 8:30. അപ്പൊ 4-ാം തീയതി അവിടെ നിന്ന് ബസ് കിട്ടോ? അവിടെ ആളോ? ഞാനൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ മാസ്റ്ററും രാജീവേട്ടനും തിരൂർ ഇറങ്ങി പോയിട്ടുണ്ട്. നമ്മുടെ അനീഷ് ബ്രോ കിടക്കുകയാണ്. നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. നല്ലൊരു ഉറക്കം ഉറങ്ങി. നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ വേറൊരു പാഴ്സൽ ബിരിയാണി മേടിച്ച് വെച്ചിരുന്നു. ഉച്ചയ്ക്ക് മാസ്റ്റർ നമുക്ക് ബിരിയാണി ഓഫർ ചെയ്തിരുന്നു എല്ലാവർക്കും. അത് കഴിച്ചതിന് ശേഷം നമ്മൾ ഇത് നമ്മൾ പൈസ കൊടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കത് നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ട് ഇത് മേടിച്ച് നമ്മൾ കയ്യിൽ വെച്ചിരുന്നു. ഇപ്പോൾ സമയം 4 മണിയായി. ഞാൻ കീറി. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ കഴിക്കണം. നല്ല വിശപ്പായി. നോക്കാം. ചൂടുണ്ട് കേട്ടോ. എപ്പോഴും അവിഞ്ഞ പരിപാടി കാണും. നമ്മൾ ആദ്യം മാസ്റ്റർ ഓഫർ ചെയ്ത് തന്ന ബിരിയാണി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ബിരിയാണി കേട്ടോ. കോഴിക്കോടൻ ബിരിയാണിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ബിരിയാണി. സത്യം പറഞ്ഞാൽ കൊള്ളത്തില്ല. നോക്കാം. ക്വാണ്ടിറ്റി ഇത് മതിയാവും ഒരാൾക്ക്. മുട്ട ഇല്ലല്ലേ? മുട്ട ഇല്ല സുഹൃത്തുക്കളെ. ചിക്കൻ ഫ്രൈ ബിരിയാണി
ആ ഇത് ചിക്കൻ കൊള്ളാല്ലേ. ട്രെയിനിലൊക്കെ പേപ്പറിലാക്കി തന്നെയുണ്ടോ എന്തോ കുഴപ്പമില്ല. നമ്മൾ കൊല്ലത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ കൊല്ലത്തിറങ്ങണം, വർക്കല നിർത്തൂല. അപ്പോൾ വർക്കല ഇറങ്ങട്ടെ. കൊല്ലം രാത്രിയിലെ നിങ്ങളുടെ കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിൽ കുറെ അണ്ണന്മാരൊക്കെ നോക്കുന്നുണ്ട്, ക്യാമറ ആണോ കോപ്പാണോ എന്നൊക്കെ എടാ നീയേ ഉടുപ്പിയിൽ വെച്ച് വീഡിയോ എടുത്തില്ല ഫ്രണ്ടില്? ഫ്രണ്ടിൽ നിന്നവൻ കാറ്റാൻ വേണ്ടി ആ ഫസ്റ്റ് ഇറങ്ങിയപ്പോഴല്ലേ? നമ്മുടെ BTS അയച്ചിരുന്നു. ഏത് ബീച്ച്? ആരെ കിട്ടി? അയച്ചെന്നാ? സ്റ്റോപ്പ് അല്ല, സ്റ്റാർട്ട് ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്ത് മോട്ടോയില് ക്യാപ്ചറാണ്. ഇതെന്തുവാ ഫ്ലാഗ്? അതെന്തിനാ ഹൈലൈറ്റ് വീഡിയോ മറ്റേ ആ സാധനം ചിഹ്നത്തി ഹൈലൈറ്റ് ആണ്. നീ ഉണ്ടായി അങ്ങനെ നമ്മൾ കൊല്ലം ജംഗ്ഷൻ പാസ് ചെയ്യുകയാണ്. നമ്മൾ ഇറങ്ങിയ ശേഷം ഞാൻ മാത്രമേ കേട്ടോ ട്രെയിനിനകത്ത്. എൻ്റെ സേഫ്റ്റി ഞാൻ തന്നെ നോക്കിയിട്ട് ആ കൊല്ലം ജംഗ്ഷൻ്റെ ബോർഡ് ഇങ്ങോട്ട് കാണാം. കൊല്ലം ജംഗ്ഷൻ 3 അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം കണ്ടിട്ട് പ്ലാറ്റ്ഫോം ഇതാണ് നമ്മൾ പോകുന്ന ട്രെയിൻ. കൊല്ലം ജംഗ്ഷൻ അങ്ങനെ രണ്ടാമത് അങ്ങനെയാണ്. എവിടെ നമ്മുടെ അക്രമം ഇപ്പോൾ നമ്മൾ പോണം. മറ്റേ നമ്മൾ പോവുകയാണ്. അടുത്ത വർക്കിൽ കാണേ. അക്രോ ഐ ഹലോ അനീഷ് അറിയാം. മണി എന്താണ് കണ്ടിരുന്നത്? അവൻ ഇതിന് പോവും, ഞാൻ അടുത്ത വണ്ടിക്ക്.